നാളെ 17-ാം തീയതി ചൊവ്വാഴ്ച മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യത്തേത്, ലൈസൻസ് കൈവശമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. അലക്ഷ്യ ഡ്രൈവിംഗ് മൂലം റോഡ് അപകടങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന ലൈസൻസുകൾ തിരികെ നൽകുന്നതിനുള്ള മാനദണ്ഡം കടുപ്പിക്കാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. നിലവിൽ സസ്പെൻഡ് കാലാവധി കഴിഞ്ഞാൽ ലൈസൻസ് തിരികെ കിട്ടുമായിരുന്നു. ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ എടപ്പാളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ 5 ദിവസത്തെ പരിശീലനത്തിന് ഹാജരാകണം. ഇതിന് 5000 രൂപയാണ് പരിശീലന ഫീയായി നൽകേണ്ടി വരുന്നത്. സമയപരിധി തികച്ചാലും IDRൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലേ ഇനി RTO അതല്ലെങ്കിൽ ജോയിന്റ് RTO ലൈസൻസ് പുനഃസ്ഥാപിക്കുകയുള്ളൂ. നിരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയതും പാലക്കാട് ദുരന്തം ഒക്കെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അപകടങ്ങളായി മാറിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് നടപടി ശക്തമായത്. ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സൗജന്യ ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി പുതുക്കുവാനുള്ള സമയപരിധി നീട്ടി. ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ ഫീസില്ലാതെ 2025 ജൂൺ മാസം 14 വരെ 14-ന് അവസാനിക്കുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. നിരവധി തവണ സൗജന്യമായി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സമയപരിധി കേന്ദ്രം നീട്ടിയിരുന്നു. ലക്ഷക്കണക്കിന് ആധാർ ഉടമകൾക്ക് പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമയപരിധി നീട്ടിയത് എന്ന് UIDAI അറിയിച്ചു.